ഇത് നമ്മുടെ യാത്രയുടെ വളരെ മനോഹരമായ ഒരു ഘട്ടമാണ്. കടലിനു മുകളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഡെക്കിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളിവിടെ കാണുന്നത്. വൈകുന്നേരത്തെ സൂര്യൻ പതുക്കെ അസ്തമിക്കുമ്പോൾ ആ സ്വർണ്ണ നിറത്തിലുള്ള വെളിച്ചം കപ്പലിനെയും അതുപോലെ യാത്രക്കാരെയും ഒരുപോലെ മനോഹരമാക്കുന്നു. കപ്പലിൻ്റെ ഡെക്കിൽ ആളുകൾ കുടുംബത്തോടൊപ്പവും കുട്ടികളോടൊപ്പവും സമയം ചിലവഴിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലർ ആ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തുകയാണ്, ചിലർ ആ വിശാലത നോക്കി നിൽക്കുകയാണ്. കാറ്റിൻ്റെയും കുളിർമയുടെയും കടലിൻ്റെ ശബ്ദവും ചേർന്ന് ഒരു ശാന്തമായ അനുഭവമാണ്. ഇത് കപ്പലിൻ്റെ മാസ്റ്റാണ്. ഇത് നമുക്കൊന്ന് അടുത്തുനിന്നോ കാണാം. ആൻറ്റിനകൾ, സിഗ്നലുകൾ, ലൈറ്റുകൾ എന്നീ ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഈ മാസ്റ്റിലാണ്. ദൂരത്തിൽ നിന്നുള്ള കപ്പലുകൾക്ക് ഈ കപ്പലിനെ തിരിച്ചറിയാനും സുരക്ഷിതമായി സഞ്ചരിക്കാനും ഈ മാസ്റ്റാണ് സഹായിക്കുന്നത്. ഇത് കപ്പലിൽ സ്ഥാപിച്ചിരിക്കുന്ന റഡാർ ഡോം ആണ്. ഈ വെളുത്ത വൃത്താകൃതിയിലുള്ള കവചത്തിനുള്ളിലാണ് റഡാർ ആൻറ്റിന സ്ഥിതി ചെയ്യുന്നത്. പുറത്തുനിന്നുള്ള കാറ്റ്, മഴ, കടൽവെള്ളം എന്നിവയിൽ നിന്ന് റഡാർ ഉപകരണത്തെ സംരക്ഷിക്കാനാണ് ഈ ഡോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കപ്പലിൻ്റെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്ന ഒരു പ്രധാന നാവിഗേഷൻ ഉപകരണമാണ് ഈ റഡാർ ഡോം. കടലിനു മുകളിൽ കാണുന്ന സൂര്യാസ്തമയം പ്രത്യേകമായൊരു അനുഭവം തന്നെയാണ്. സൂര്യൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള വെളിച്ചം കടലിന് മുകളിൽ പ്രതിഫലിച്ച് ഒരു ശാന്തതയും ആത്മസുഖവുമാണ് നമുക്ക് നൽകുന്നത്. തിരമാലകളുടെ ശബ്ദവും കാറ്റിൻ്റെ കുളിർമയും ചേർന്ന് മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു നിമിഷം തന്നെയാണ് ഈ കാഴ്ച. നമ്മുടെ ദിനചര്യയുടെ തിരക്കുകളിൽ നിന്ന് അല്പനേരത്തേക്കെങ്കിലും നമ്മെ വിട്ടുനിർത്തി പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ അവസരം നൽകുന്ന സമയമാണ് ഈ സൂര്യാസ്തമയം. ചിലപ്പോൾ നമ്മുടെ വാക്കുകൾക്ക് അപ്പുറം തന്നെയാണ് ഈ കാഴ്ചകൾ. നോക്കി നിന്നാൽ മാത്രം മതി, മനസ്സ് തന്നെ അതിൻ്റെ അർത്ഥം കണ്ടെത്തിക്കൊള്ളും.